തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർക്ക് അയോഗ്യത ഉണ്ടാകരുത്, അവധി അപേക്ഷ അംഗീകരിച്ച് നൽകണം. അതിനൊരു ബലിയാണ് എന്ന നിലയ്ക്ക് ഒരുപക്ഷെ ഈ പറയുന്ന ഉദ്യോഗസ്ഥ അങ്ങനെ ആയിട്ടുണ്ടാകാം. പക്ഷെ അതിനപ്പുറത്തേക്ക് അവരുടെ രാഷ്ട്രീയ ഉദ്ദേശം നടന്നു കഴിഞ്ഞു നിങ്ങൾക്ക് അധികാരമുള്ളപ്പോൾ. അല്ലല്ലല്ല, നിങ്ങൾ മാധു നിങ്ങളൊക്കെ സൂക്കേട് നമുക്കറിയാം. കുറച്ചായിട്ട് മര്യാദയ്ക്ക് സംസാരിക്കണം. ഞങ്ങൾ എടുത്ത നിലപാടുണ്ട്. നിങ്ങൾ വെറുതെ കുറച്ച് റിപ്പോർട്ടർ ചാനൽ കയറിയിട്ട് വല്ലാതെ കുറച്ചായി UDF സർക്കാരിനെ ആകെ സംഘവൽക്കരിക്കാൻ കൈരളിയുടെ പണികൾ എടുക്കേണ്ട കുറെ കാലമായി വന്നിട്ട് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് മാത്രം അജണ്ട വെച്ചിട്ട് UDF സർക്കാരിനെ സംഘവൽക്കരിക്കാനുള്ള നിലപാട് അതൊക്കെ റിപ്പോർട്ടർ ഓഫീസിൽ പറഞ്ഞാൽ മതി. അധികം വർത്താനം പറയണ്ട. എന്നതിന് അളവുണ്ടാക്കാൻ ഇവിടെ ഒരു കോൺഗ്രസ് പറയുക എന്നതിന് അളവ് ഞങ്ങൾ എടുത്തൊരു നിലപാടിനെ ഇടതുപക്ഷ സർക്കാർ ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ച് മുമ്പോട്ട് പോയി. ഞങ്ങൾ എടുത്തിട്ടില്ല. ഞങ്ങൾ അത്തരം തെറ്റ് കാണിച്ചു നടപടിയെടുത്തു. സംസ്കാരവും രാഷ്ട്രീയവുമെങ്കിൽ നിങ്ങൾ അത് വെച്ചു അത് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ അറിഞ്ഞുകൊണ്ടേ വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടേ വന്നിട്ടുള്ളത്. കേൾക്കട്ടെ, അതെ അതെ. ഞാൻ എന്റെ ഒരു സുഖക്കേടും പറയാൻ അങ്ങയുടെയോ അങ്ങയുടെ പാർട്ടിയുടെ അടുത്തേക്ക് വന്നിട്ടില്ല. പിന്നെ എന്റെ സുഖക്കേട് എന്താണെന്ന് അങ്ങേക്ക് എങ്ങനെയാണ് അറിയുക? ഞാൻ ഇതിന് മുൻപോ ശേഷമോ എനിക്ക് ഇങ്ങനെ സുഖക്കേടുണ്ടെന്ന് നിങ്ങൾക്ക് UDF സർക്കാരിനെ LDFന്റെ പിന്നെ ഒരു ജിഹയായി വന്ന് നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാത്തിനും വന്ന് കുറ്റം പറയുന്ന രൂപത്തിലേക്ക് നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറയാം. ഇത് നോക്കൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതാണ് വിഷയം എന്ന് കൃത്യമായി കോൺഗ്രസിനെ അറിയിച്ചിട്ടാണ് ഈ ചർച്ചയ്ക്ക് വിളിക്കുന്നത്. ശ്രീ റിജിൽ മാക്കുറ്റി, ഒരു നിമിഷം. നമ്മളൊക്കെ ഒരുപാട് ചർച്ചയിൽ പങ്കെടുത്തതാണ്. അതൊന്നും മനസ്സിൽ വെക്കണം. ഒരുപാട് ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാനൊരു കോൺഗ്രസ് അനുകൂല, ഒരു നിമിഷം, ഞാനൊരു CPM അനുകൂല മാധ്യമ പ്രവർത്തകയാണ് എന്ന ധാരണ ആദ്യത്തെ സെന്റൻസ് മുതൽ വെച്ചു പുലർത്താൻ കഴിയുന്ന എന്ത് തെളിവ്? ഇത്രയും അങ്ങ് പറഞ്ഞല്ലോ ഇത്രയും കാലം ചർച്ചയുണ്ടെന്ന്. വിഷയാധിഷ്ഠിതമല്ലാതെ CPM അനുകൂലമായ കോൺഗ്രസ് അനുകൂലമായ ഒരു നിലപാടെടുത്തുള്ള ഒരു ചർച്ച അങ്ങ് പറയൂ. ഞാൻ ഏത് പാർട്ടിക്കാരെയാണോ, എന്റെ ഏത് രാഷ്ട്രീയമാണെന്നോ അങ്ങേക്ക് അങ്ങയുടെ നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റും? അങ്ങേക്ക് പറയാൻ പറ്റും? ഒരു മര്യാദയൊക്കെ കാണിക്കണം. സർക്കാരിന്റെ നിലപാടിന് ഘടകവിരുദ്ധമായി നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം ഞങ്ങൾ എടുത്തു. പക്ഷേ ഇത്തരത്തിൽ സംഘപരിവാർ അനുകൂല നിലപാട് മുഴുവൻ സ്വീകരിച്ചിട്ട് പോലും അയാൾക്കെതിരെ നടപടി എടുത്തിട്ടില്ല. ഞാൻ ഈ ചർച്ചയിൽ CPMന്റെ പ്രതിനിധിയോട് ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. ഞാനത് ചോദിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് അങ്ങനെ CPM അനുകൂല അജണ്ടയുണ്ടോ എന്ന് എനിക്ക് വിലയിരുത്താൻ കഴിയുക. ഞാൻ അങ്ങനെ ചോദിച്ചാൽ മാത്രമാണ് എനിക്ക് അങ്ങനെ CPM അനുകൂല അജണ്ട ഉണ്ടോ എന്ന് ചോദിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങയോട് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഈ വിഷയത്തിൽ ഒരു നിമിഷം അല്ലല്ല അങ്ങ് എന്നോടാ പറഞ്ഞത്. അപ്പോ ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്നാണ് കോൺഗ്രസിനോട് ചോദിക്കേണ്ടത്. എന്തുകൊണ്ടാണ് പ്രതിപക്ഷം അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് എന്നാണ് ഞാൻ അങ്ങയോട് ചോദിച്ചത്. അതിനങ്ങ് ഞാൻ ചാപ്പകുത്തുന്നു, എന്റെ സൂക്കേട് എന്താണെന്ന് അറിയാം എന്നൊക്കെയുള്ളതാണ് തരത്തിൽ എനിക്ക് അങ്ങയോട് അങ്ങയുടെ ഒരു പരിതാപാവസ്ഥ ഉണ്ടല്ലോ. മനുഷ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാൻ വാക്കുകളില്ലാത്ത, മാന്യമായ വാക്കുകൾ നാവിലില്ലാത്തതിന്റെ പരിതാപാവസ്ഥയെ കുറിച്ച് എനിക്ക് സങ്കടം മാത്രമേ ഉള്ളൂ. ശ്രീ റിജിൽ മാക്കുറ്റി, ഈ ഭാഷയിലാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതില്ല കേട്ടോ. ഈ ഭാഷയിൽ ചർച്ച ചെയ്യാൻ എനിക്കറിയില്ല. അങ്ങനെ അമ്മാതിരി വർത്താനൊന്നും പറയണ്ട. അങ്ങ് ആരാണ് ഈ വർത്തമാനം നടക്കാൻ? ഞാൻ ഈ ചർച്ച പൊതുസമൂഹത്തിൽ വെക്കാൻ തയ്യാറാണ്. ഈ ചർച്ച പൊതുസമൂഹത്തിൽ വെക്കാൻ തയ്യാറാണ്. അമാന്യമായ ഒരു വാക്ക് ഞാൻ ഈ ചർച്ചയിൽ ഉപയോഗിച്ചിട്ടില്ല. ചോദ്യമായി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എങ്ങനെയാണ് അതിനെ ന്യായീകരിക്കാൻ കഴിയുക എന്നത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഈ ചർച്ച ഞാൻ പൊതുസമൂഹത്തിൽ വെക്കാൻ, അമാന്യമായ ഒരു വാക്ക്, രാഷ്ട്രീയ ബുദ്ധിയോടെ രാഷ്ട്രീയ വൈരുദ്ധ്യത്തോടെ ഒരു വാക്ക്, നിങ്ങളുടെ പാർട്ടിയുടെ നിലപാടെന്താണ്, നിങ്ങൾ എങ്ങനെയാണ് അതിനെ ന്യായീകരിക്കുക തുടങ്ങിയ ചോദ്യങ്ങളല്ലാതെ വ്യക്തിപരമായോ രാഷ്ട്രീയമായോ ടാർഗറ്റ് ചെയ്യുന്ന ഒരൊറ്റ വാക്ക് ഞാൻ ഒരു കാലത്തും ഒരു ചർച്ചയിലും ഉന്നയിച്ചിട്ടില്ല. ഈ ചർച്ചയിലും ഉന്നയിച്ചിട്ടില്ല. ആശയവിനിമയം ചെയ്യാൻ മാന്യമായ വാക്കുകൾ നാവിലില്ല എങ്കിൽ അത് എന്റെ പരിമിതിയില്ല. അങ്ങയുടെ രാഷ്ട്രീയ ബുദ്ധിയെ വളർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനത്തിന്റെ പരിമിതിയാണത് കേട്ടോ. അത് ആ പ്രസ്ഥാനത്തിന്റെ പരിമിതിയാണ് എന്ന് വിചാരിക്കുക മാത്രമേ ലക്ഷ്യമുള്ളൂ. അങ്ങേക്ക് ഒരു സ്ത്രീയോട്, ഒരു മാധ്യമപ്രവർത്തകരോട് വേണ്ട, ഒരു മനുഷ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മാന്യമായ വാക്കുകളില്ല എങ്കിൽ എന്റെ കുറ്റമല്ല. Debate with Madhu Saji.